ചികിത്സാ പിഴവെന്ന ആരോപണം. കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഹെർണിയ ഓപ്പറേഷനിടെ വെള്ളർക്കാട് സ്വദേശി മരിച്ചു. ചികിത്സാ പിഴവിനെ തുടർന്ന് കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ യുവാവ് മരിച്ചു. വെള്ളർക്കാട് ചെറുമനേങ്ങാട് സ്വദേശി പൊള്ളൻതറക്കിൽ വീട്ടിൽ 41 വയസ്സുള്ള ഇല്യാസാണ് മരിച്ചത്. ഇന്നലെ 4:30-യോടെയാണ് ഹെർണിയ അസുഖത്തെ തുടർന്ന് ഇല്യാസ് കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ഡോക്ടറെ കാണാനെത്തിയത്. തുടർന്ന് ഡോക്ടർ ഓപ്പറേഷൻ നിർദ്ദേശിക്കുകയായിരുന്നു. വൈകിട്ടോടെ ഓപ്പറേഷൻ ആരംഭിച്ചു. 8:30-യോടെ ഓപ്പറേഷനിടെ യുവാവ് മരിച്ചതായി ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു. ഓപ്പറേഷനിടെ ശ്വാസമെടുക്കാനുണ്ടായ ബുദ്ധിമുട്ടാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ അനസ്തേഷ്യ നൽകിയതിനുള്ള അപാകതയാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കയ്യബദ്ധം പറ്റിയതായി ഡോക്ടർമാർ ബന്ധുക്കളോട് പറഞ്ഞെന്ന് ബന്ധുക്കൾ പറയുന്നു. സംഭവത്തെ തുടർന്ന് ബന്ധുക്കൾ ആശുപത്രി അധികൃതരുമായി തർക്കം നടക്കുന്നുണ്ട്. സംഭവത്തിൽ പരാതി നൽകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റ് പ്രസിഡന്റായി ഡോക്ടർ താജ് പോൾ പനക്കൽ ചുമതലയേറ്റു. ഡോക്ടർ ലിൻഡോ ആന്റണി സെക്രട്ടറി, ഡോക്ടർ ജെറി ജോസഫ് ട്രഷറർ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. ഇപ്പോൾ തൃശൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ താജ് പോൾ ആദ്യമായാണ് IMAയുടെ പ്രസിഡന്റാവുന്നത്. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. തൃശൂർ റവന്യൂ ജില്ലാ കായികോത്സവത്തിൽ ക്രോസ് കൺട്രി ഓട്ട മത്സരത്തിൽ വടക്കാഞ്ചേരി ഉപജില്ലയിലെ ചെറുതുരുത്തി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി KK അഭിഷേകും മാള ഉപജില്ലയിലെ ആളൂർ HNVHS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി TU അവന്തികയും 1ാം സ്ഥാനം കരസ്ഥമാക്കി. 12 ഉപജില്ലകളിൽ നിന്നായി 25 ആൺകുട്ടികൾ പങ്കെടുത്ത 6 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഓട്ടമത്സരം വെള്ളർക്കാട് വില്ലേജ് പരിസരത്തു നിന്നും 19 പെൺകുട്ടികൾ പങ്കെടുത്ത 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഓട്ടമത്സരം മരത്തങ്കോട് മാർക്കറ്റ് പരിസരത്തു നിന്നും രാവിലെ 6:30 ആരംഭിച്ചു. കായിക അധ്യാപകരുടെ നിർദ്ദേശാനുസരണം റോഡിന് ഇടതുവശത്തുകൂടെ ഓടുന്ന കുട്ടികൾക്ക് പുറകിൽ ആവശ്യ സർവീസായി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറോട് കൂടിയ ആംബുലൻസും അനുഗമിച്ചു. മത്സരാർത്ഥികൾക്ക് വഴിയരികിൽ കുടിവെള്ള സൗകര്യം ഒരുക്കിയിരുന്നു. വടക്കാഞ്ചേരി റോഡിലെ കുരിശുപള്ളിക്ക് സമീപമുള്ള ഫിനിഷിംഗ് പോയിന്റിൽ മത്സരം അവസാനിച്ചു. ലോക ഭക്ഷ്യ ദിനാചരണം. നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷണം നൽകി അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ മാതൃകയായി. ലോക ഭക്ഷ്യദിനത്തിന്റെ ഭാഗമായി മനുഷ്യസ്നേഹത്തിന്റെ സന്ദേശം പകർന്ന് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ മാതൃകയായി. പെരുമ്പിലാവ് അംബേദ്കർ നഗർ, കോട്ടോൽ, നായാടി, ഉന്നതി എന്നിവിടങ്ങളിലെ 50ഓളം കുടുംബങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം സൗജന്യമായി അവരുടെ വീടുകളിൽ എത്തിച്ചു നൽകി. ജൂനിയർ പ്രിൻസിപ്പൽ ഫരീദ E. മുഹമ്മദ്, അസിസ്റ്റന്റ് ജൂനിയർ പ്രിൻസിപ്പൽ ഫെബിന എന്നിവരുടെ നേതൃത്വത്തിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരായ രേണു മാത്യുവിന്റെയും സിനിയുടെയും സഹകരണത്തോടെ സ്കൂൾ ക്യാമ്പസിൽ തന്നെ തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു വിദ്യാർത്ഥികൾ വിതരണം ചെയ്തത്. വ്യാഴാഴ്ച ഉച്ചയോടെ തയ്യാറാക്കിയ ഭക്ഷണം അവർ സ്നേഹത്തോടെ നായാടി ഉന്നതിയിലും അംബേദ്കർ നഗറിലും എത്തിക്കുകയായിരുന്നു. നേരത്തെ ലിസ്റ്റ് ചെയ്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായിരുന്നു ഭക്ഷണം വിതരണം ചെയ്തത്. വിദ്യാർത്ഥികളുടെ കാരുണ്യം നിറഞ്ഞ പ്രവൃത്തി സമൂഹത്തിൽ നല്ലൊരു സന്ദേശം നൽകിയതായി പ്രിൻസിപ്പൽ EM ഫിറോസ്, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ഹംസ എന്നിവർ വ്യക്തമാക്കി. വിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ സഹാനുഭൂതിയും സാമൂഹിക ഉത്തരവാദിത്ത ബോധവും വളർത്തിയെടുക്കുക എന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് പറഞ്ഞു. വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയും ചെയ്തു.
നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാലിശ്ശേരി യൂണിറ്റ് കുടുംബസംഗമവും കലാമേളയും നടത്തി. PP ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മുഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. യൂണിയന്റെ ബ്ലോക്ക് ഭാരവാഹികളായ V രാമചന്ദ്രൻ, AV ഹംസത്തലി, MK തങ്കമണി എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ആലീസ് സ്വാഗതവും വിജയകുമാരി നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് യൂണിറ്റ് മെമ്പർമാരായ മീന വർഗീസ്, ജിഷ, ഡോക്ടർ മോളു ഷാജി ജെയിംസ്, സിൽവി, പ്രസാദ് വർഗീസ് എന്നിവർ അവതരിപ്പിച്ച കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ട്രെൻഡായി വെൽഫെയർ പാർട്ടിയുടെ ടാഗ് ലൈൻ വീഡിയോ ഒറ്റ രാത്രി കൊണ്ട് കണ്ടത് 1,00,000-ലധികം പേർ. ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു വേണം വെൽഫെയർ എന്ന ടാഗ് ലൈൻ ഒറ്റ രാത്രി കൊണ്ട് 1,00,000-ലധികം പേർ കണ്ടതായി വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഇലക്ഷൻ കമ്മിറ്റി യോഗം വെൽഫെയർ പോയിന്റിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയാണ് വേണം വെൽഫെയർ എന്ന ടാഗ് ലൈൻ വീഡിയോ വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ പുറത്തിറക്കിയത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ലിങ്ക് വഴി പുറത്തിറക്കിയ വീഡിയോയ്ക്ക് പോസ്റ്റ്, ലൈക്ക്, കമന്റ്, ഷെയർ എന്നിങ്ങനെയുള്ള ക്രമപ്രകാരം രാത്രി കൊണ്ട് 1,00,000-ലധികം പേരാണ് വീഡിയോ കാണുകയും ഇതോടെ സംഭവം വൈറലാക്കുകയും ചെയ്തത്. പെരുമ്പില വെൽഫെയർ പോയിന്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഷെരീഫ്, മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ, സെക്രട്ടറി MA കമറുദ്ദീൻ, മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ MH റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പൊതുജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് വികസന സദസ്സ് നടത്തി. ജെറുസലേം ഹാപ്പി ഹോം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സദസ്സിന്റെയും 70 ലക്ഷം രൂപ ശുചിത്വ മിഷന്റെയും 30 ലക്ഷം പഞ്ചായത്തിന്റെയും ചേർന്ന് 1 കോടി രൂപ ചെലവഴിച്ച് പുതുതായി നിർമ്മിക്കുന്ന MCF കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും AC മൊയ്തീൻ MLA നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുമുന്നണിയുടെ ഭരണവികസനത്തിൽ രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ എത്തിക്കുവാൻ സാധിച്ചുവെന്ന് MLA പറഞ്ഞു. സാധാരണ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചും ആവശ്യങ്ങൾ നിറവേറ്റിയും ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് കാട്ടാക്കാമ്പൽ പഞ്ചായത്തിന്റെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന വസന്തം എന്ന വികസന രേഖയുടെ പ്രകാശനവും MLA നിർവഹിച്ചു. സദസ്സിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഷീജ സുഗതൻ, മിൻഡോ റെനി, ബിന്ദു മനോഹരൻ, വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി P ശ്രീജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് തുടർ വികസന പ്രവർത്തനത്തിനായി പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും MLA മറുപടി നൽകി. സദസ്സിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ സ്വാഗതവും സെക്രട്ടറി P ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. കാട്ടാക്കാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് കോൺഗ്രസ് മെമ്പർമാരായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, പ്രമീള രാജൻ എന്നിവർ ബഹിഷ്കരിച്ചു. സംസ്ഥാന സർക്കാർ കാട്ടാക്കാമ്പൽ പഞ്ചായത്തിന് ബഡ്ജറ്റിൽ വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച പദ്ധതി വിഹിതം ചിലവഴിക്കാതെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി.
5 വർഷവും വികസന തുക നഷ്ടപ്പെടുത്തിയാണ് പഞ്ചായത്ത് LDF ഭരണസമിതി മുന്നോട്ടു പോകുന്നത്. വയോജനങ്ങൾക്ക് വിശ്രമിക്കുവാനുള്ള പകൽ വീട് ഇതുവരെ തുറന്നുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തൊഴിലുറപ്പ് തൊഴിലാളികളെ 5 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും ആദരിക്കാതെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വികസന സദസ്സിന് ആളെ കൂട്ടാനാണ് ഇപ്പോൾ നടത്തുന്ന ആദരവ്. കർഷകർക്ക് നെല്ലുൽപാദനത്തിന് വിത്ത് സൗജന്യമായി നൽകുന്നതിന് പകരം കർഷകരിൽ നിന്ന് സംഖ്യ ഈടാക്കുക മാത്രമല്ല വളം, കീടനാശിനി എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിയില്ല. സർക്കാരിന്റെ 2020 പദ്ധതിയായ ലൈഫ് പദ്ധതിയിൽ സ്ഥലമില്ലാത്ത പട്ടികജാതി വിഭാഗത്തിൽ നിന്നും 65 പേരെയും ജനറൽ വിഭാഗത്തിൽ നിന്നും 132 പേരെയും സർക്കാർ അന്വേഷണം നടത്തി പഞ്ചായത്തിലെ ഗ്രാമസഭയും പഞ്ചായത്തും അംഗീകരിച്ചിട്ടും ഒരാൾക്ക് പോലും 5 വർഷം തികഞ്ഞിട്ടും സ്ഥലം വാങ്ങുന്നതിന് ഫണ്ട് നൽകിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ MLA വാഗ്ദാനം നൽകിയ പഞ്ചായത്തിലെ പട്ടിത്തടം, സ്രായിൽ, ചിറക്കൽ, കാട്ടാക്കാമ്പൽ റോഡ് ഉൾപ്പെടെ സഞ്ചാരയോഗ്യമല്ലാതെയായിട്ടും 2023-24, 2024-25 വർഷത്തിൽ കോടിക്കണക്കിന് രൂപ റോഡിനത്തിൽ നഷ്ടപ്പെടുത്തി. യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന്, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടും 1 രൂപ പോലും കാട്ടാക്കമ്പൽ ഗ്രാമപഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് നൽകിയിട്ടില്ല. 2 ഏക്കറിൽ കൂടുതൽ സ്ഥലം പഞ്ചായത്തിന് ഉണ്ടായിട്ടും പൊതുമാർക്കറ്റ്, ബസ് സ്റ്റാൻഡ്, കുടുംബശ്രീ അംഗങ്ങൾക്ക് തൊഴിൽശാലകൾ നിർമ്മിച്ചു നൽകുമെന്ന് വാഗ്ദാനം നൽകിയതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ചിറക്കൽ 1 HDP പട്ടികജാതി സങ്കേതത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചില്ല. പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ ചിറക്കൽ, പഴഞ്ഞി 1 വേ, ജെറുസലേം, പഴഞ്ഞി ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ഈ ടോയ്ലറ്റ് നിർമ്മിക്കാതെ സർക്കാർ ഫണ്ട് നഷ്ടപ്പെടുത്തി. പഞ്ചായത്തിന്റെ സർവത്ര മേഖലകളിൽ ഫണ്ട് ചിലവഴിക്കാതെ നഷ്ടപ്പെടുത്തി വികസനം മുരടിപ്പിച്ച് വികസന സദസ്സ് നടത്തുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കോൺഗ്രസ് മെമ്പർമാരായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, പ്രമീള രാജൻ എന്നിവർ തീരുമാനിച്ചത്. ഇനി ശുചിത്വത്തിൻ തിളക്കം ഡിഫിക്സിലൂടെ. ഹോം ബോൺ ഇൻട്രൊഡ്യൂസിംഗ് ഡിഫിക്സ് ഡിഷ് വാഷ് കേക്ക് ആൻഡ് ഡിഷ് വാഷ് ജെൽ. ഹോം ബോണിന്റെ ഡിഫിക്സ് ഡിഷ് വാഷ് ജെൽ സെൻസിറ്റീവ് കൈകൾക്ക് അനുയോജ്യം. ഡിഫിക്സിന്റെ യുണീക് ഫോർമുല, സോഫ്റ്റ് ഓൺ സ്കിൻ ഇൻഗ്രീഡിയൻസ്, പവർ ഫോമിംഗ് ആക്ഷൻ ആൻഡ് റിയൽ ജെൽ ഫോം എന്നിവയാൽ പാത്രം കഴുകൽ കൂടുതൽ എളുപ്പമാക്കുന്നു. എക്സ്പീരിയൻസ് ദ ക്വാളിറ്റി ആൻഡ് ഷൈൻ ഓഫ് ഡിഫിക്സ്. ഡിസ്ട്രിബ്യൂട്ടർ SD മാർക്കറ്റിംഗ്, ഹൈസ്കൂൾ റോഡ്, പഴഞ്ഞി. ഭക്തിസാന്ദ്രമായി കൊടിയഞ്ചിറ സർപ്പബലി. കന്നിമാസത്തിലെ ആയില്യത്തോടനുബന്ധിച്ച് കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ സർപ്പബലി നടത്തി. 1000-ലധികം പേർ തിരിയൊഴിഞ്ഞ് പ്രാർത്ഥന നടത്തി. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി, പാതിരിക്കുന്നത്ത് മരിക്കൽ കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭൂമി, ഗ്രഹം, നക്ഷത്രം തുടങ്ങി സർവ്വ സർപ്പദോഷ പാപങ്ങൾക്കും സന്താന ലബ്ധിക്കും വേണ്ടിയാണ് സർപ്പബലി ചടങ്ങ് നടത്തുന്നതെന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് BTN വിജയൻ നമ്പൂതിരി, ശ്രീകുമാർ നമ്പൂതിരി, സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ, ബാബു വില്ലയിൽ, CU നായർ, പ്രമോദ്, AV വിജയൻ, KB മോഹനൻ, ശാന്ത ബാലകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്ത് 14-ാം വാർഡ് പെരുമ്പില ഉന്നതിയിലെ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതിയിൽ ഉന്നതിയിലെ 30ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാകും. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫൗസിയ, ചില പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് മെമ്പർമാരായ ഉഷ, സൗദ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ.
സലഫി റോഡ് നാടിന് സമർപ്പിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മിച്ച സലഫി റോഡ് നാടിന് സമർപ്പിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് അധ്യക്ഷത വഹിച്ചു. പ്ലാങ്ങാട് കറുകമാട് PWD റോഡിൽ നിന്ന് പടിഞ്ഞാറോട്ട് കാൽനടയായും വാഹനം ഗതാഗതവും ചെയ്തുവരുന്ന വഴിയാണ് 2023 പഞ്ചായത്ത് ഭരണസമിതി 100ഓളം വഴികൾ ആസ്തിയിൽ ഉൾപ്പെടുത്തിയ കൂട്ടത്തിൽ വാർഡ് മെമ്പർ മുഹമ്മദ് നാസിഫ് ഉൾപ്പെടുത്തിയ 9 വഴികളിൽ ഉൾപ്പെട്ട സലഫി റോഡ് പിന്നീട് ഭരണസമിതി 2024-25 സാമ്പത്തിക വർഷത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 2,93,993 രൂപ വകയിരുത്തി ഇന്റർലോക്ക് ചെയ്ത് പണി പൂർത്തീകരിച്ചത്. മത്തിക്കായലിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ബിസ്മി ഓഡിറ്റോറിയം, കണ്ണമ്മോട്, ഇരട്ടപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്നതായ സലഫി റോഡിന്റെ പണി പൂർത്തിയായതോടുകൂടി യാത്രക്കാർക്ക് മഴക്കാലമായാൽ ദുരിതപൂർണമായ സഞ്ചാരത്തിന് വിരാമമിട്ടിരിക്കുകയാണ്. PM അബ്ദുൽ കരീം, മുഹമ്മദ് അൻവർ, നൌഷാദ്, അബൂബക്കർ, വാസു, അബ്ദു കാളത്ത്, MVT മൂസ, അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് റാഫി സ്വാഗതവും സവാദ് നന്ദിയും പറഞ്ഞു. ജെ-കെയർ ഹോസ്പിറ്റൽ. ആരോഗ്യമുള്ള ശരീരമാണ് ഒരു തലമുറയുടെ സമ്പത്ത്. ഈ ദേശത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ സേവനങ്ങൾ നിറവേറ്റുന്നതിന് കയ്യെത്തും ദൂരത്ത് കരുതലോടെ ഡോക്ടറുണ്ട്. ഞങ്ങളുടെ സേവനങ്ങൾ 24/7 ഡോക്ടർ സേവനം, 24/7 മണിക്കൂർ ഫാർമസി തുറന്ന് പ്രവർത്തിക്കുന്നു, 24/7 ലാബ് സേവനം, സ്പെഷ്യലിസ്റ്റ്, ജനറൽ മെഡിസിൻ, ENT വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, ത്വക്ക് രോഗ വിഭാഗം, എല്ലുരോഗ വിഭാഗം തുടങ്ങിയവരുടെ സേവനം. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 25/8/25 മുതൽ 25/9/25 വരെ 1 മാസത്തേക്ക് കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ്, ഷുഗർ ടെസ്റ്റ്, PPBS എന്നീ ടെസ്റ്റുകൾ തികച്ചും സൗജന്യമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ പ്രതിബദ്ധത. വിസിറ്റേഴ്സ് ജെ-കെയർ ഹോസ്പിറ്റൽ, മിൽട്ടൺ ടവർ, ജെറുസലേം, പഴഞ്ഞി. നിരവധി മോഷണ, ലഹരിക്കടത്ത്, അടിപിടി കേസുകൾ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ പൊന്നാനി മാറഞ്ചേരി സ്വദേശി മുഖത്തേയിൽ വീട്ടിൽ റഫീഖ് എന്നറിയപ്പെടുന്ന 39 വയസ്സുള്ള ഷെഫീഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങരംകുളം, പൊന്നാനി, വളാഞ്ചേരി, തിരൂർ, തേത്തിപ്പലം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തി. തിരൂർ DYSP AJ ജോൺസൺ, തിരൂർ SHO മുഹമ്മദ് റഫീഖ് എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് തിരൂർ പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ് VP, ഷിനോയ്, പ്രദീപ് എന്നിവർ ചേർന്ന സംഘം പ്രതിയെ പിടികൂടിയത്. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ നിർമ്മൽ, ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് എന്നിവരും ഉണ്ടായിരുന്നു. പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കും വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്ത നടപടിക്കുമെതിരെ താക്കീതുമായി യൂത്ത് കോൺഗ്രസ്. രാഷ്ട്രീയം നോക്കാതെ പിന്തുണയുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും. ചൂണ്ടൽ പഞ്ചായത്തിലെ കേച്ചേരിയിലാണ് സ്വകാര്യ ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും അമിത വേഗതയ്ക്കും വിദ്യാർത്ഥികളോടുള്ള നിഷേധ നിലപാടിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകിയത്. കഴിഞ്ഞ ദിവസം കേച്ചേരി സെന്ററിൽ നിന്ന് വിദ്യാർത്ഥികളെ കയറ്റാതെ ബസ് സ്റ്റോപ്പിന് തൊട്ടു മുൻപായി നിർത്തി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്തിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന കുട്ടികൾ ഓടിവന്ന് ബസ്സിൽ കയറാൻ തുടങ്ങിയപ്പോൾ ഡോർ പെട്ടെന്ന് അടച്ച് ബസ് എടുത്ത് പോകുകയും ചെയ്തിരുന്നു. ബസ്സിൽ കയറാൻ ശ്രമിച്ച വിദ്യാർത്ഥിനി വീഴാൻ പോയെങ്കിലും തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജീവനക്കാർക്ക് താക്കീതുമായി എത്തിയത്. മുബാറക് കേച്ചേരി, നജീബ് അയ്മുക്ക്, അബ്ദുൾ സലാം, KA ബഷീർ, ആദിത്യൻ, ഷൈദ് മത്തനങ്ങാടി എന്നിവരാണ് വെള്ളിയാഴ്ച രാവിലെ കേച്ചേരിയിൽ ബസ്സുകൾ തടഞ്ഞ് ജീവനക്കാരെ താക്കീത് ചെയ്തത്. ഈ സമയം പത്രവിതരണത്തിനായി ഇതുവഴി വന്ന ദേശാഭിമാനി ഏജന്റ് കൂടിയായ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് രാഷ്ട്രീയം നോക്കാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകുന്നതിന് ഒപ്പം ചേരുകയായിരുന്നു. വാഴപ്പള്ളി മെഡിക്കൽസ് ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം കോട്ടോൽ, പഴഞ്ഞി. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ ബ്രാൻഡഡ് ജനറിക് മരുന്നുകളും ഉത്തരവാദിത്വത്തോടുകൂടി ലഭിക്കുന്നു. മരുന്നുകളെല്ലാം ശരിയായ താപനിലയിൽ സൂക്ഷിച്ച് ഗുണമേന്മ നഷ്ടപ്പെടാതെ ജനങ്ങളിലെത്തിക്കുന്നു.
22 വർഷത്തെ സേവന പാരമ്പര്യം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഴപ്പിള്ളി ഐവയർ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് എതിർവശം, കോട്ടോൽ, പഴഞ്ഞി. ഫോൺ 9447768102. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരിക്കെതിരെ ഒപ്പ് ശേഖരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നമ്മുടെ സമ്മതിദാന അവകാശം മോഷ്ടിക്കാതിരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ മണ്ഡലം തല ഉദ്ഘാടനം കൂനമൂച്ചി സെന്ററിൽ കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷെമീറ മറ്റം, ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി PL ജസ്റ്റിൻ, ഗ്രാമപഞ്ചായത്ത് അംഗം AA കൃഷ്ണൻ, വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് TM ജോബ് എന്നിവർ സംസാരിച്ചു. തൃത്താല ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ LP വിഭാഗത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയതിൽ ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. സാമൂഹ്യശാസ്ത്രമേള 1ാം സ്ഥാനം, പ്രവൃത്തി പരിചയമേള, ശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള എന്നിവയിൽ 2ാം സ്ഥാനവും നേടിയാണ് സ്കൂൾ ഗ്രാമത്തിന് അഭിമാനമായത്. 35ഓളം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ സ്കൂളിനു വേണ്ടി മത്സരത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ട്രോഫികളുമായി അങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനായി സ്കൂളിൽ നടപ്പിലാക്കിയ ചിട്ടയായ പ്രവർത്തനങ്ങളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നിസ്സീമമായ പിന്തുണയുടെയും ഫലമായാണ് ഈ വിജയമെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ E ബാലകൃഷ്ണൻ പറഞ്ഞു. ആഹ്ലാദ പ്രകടനത്തിന് HM E ബാലകൃഷ്ണൻ, സ്കൂൾ PTA പ്രസിഡന്റ് VS ശിവാസ്, വൈസ് പ്രസിഡന്റ് അനീഷ് രാജൻ തോലത്ത്, അധ്യാപകരായ VJ ഷീമ, NV ഷീബ, K കമറുനിസ, K ദിവ്യ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ അതിദാരിദ്ര്യ വിമുക്തം പ്രഖ്യാപനം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വിജയകരമായി പൂർത്തിയാക്കി ചാവക്കാട് നഗരസഭയെ അതിദാരിദ്ര്യ വിമുക്ത നഗരസഭയായി ഗുരുവായൂർ MLA NK അക്ബർ പ്രഖ്യാപനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി നഗരസഭ നടത്തിയ ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 1 ഷമീർ M റിപ്പോർട്ട് അവതരിപ്പിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക് സ്വാഗതവും കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ് നന്ദിയും പറഞ്ഞു. പദ്ധതിയിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു. 63 പേർക്ക് മരുന്ന്, ചികിത്സാ സഹായം കൂടാതെ 25 കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണ കിറ്റ് എന്നിവ നൽകി വരുന്നു. 3 കുടുംബങ്ങൾക്ക് കുടുംബശ്രീയുടെ ഉജ്ജീവനം പദ്ധതി വഴി ആട് വളർത്തൽ, ടോയ്ലറ്റ് യൂണിറ്റ്, ലോട്ടറി വിൽപ്പന തുടങ്ങിയ ഉപജീവന മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. വീടുകൾക്ക് അറ്റകുറ്റപ്പണി ആവശ്യമുള്ള 6 കുടുംബങ്ങൾക്ക് റിപ്പയറിംഗ് ധനസഹായം നൽകി. സ്വന്തമായി ഭൂമിയില്ലാത്ത 6 കുടുംബങ്ങളിൽ 4 പേർക്ക് അതിവേഗം റവന്യൂ പട്ടയം ലഭ്യമാക്കുകയും തുടർന്ന് വീട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, നഗരസഭാ ജീവനക്കാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. CV ശ്രീരാമൻ സ്മൃതി പുരസ്കാരം യുവ കഥാകൃത്ത് ഡോക്ടർ മനോജ് വെള്ളനാടിന്. കേരളത്തിലെ യുവ എഴുത്തുകാർക്കായി CV ശ്രീരാമൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ CV ശ്രീരാമൻ സ്മൃതി പുരസ്കാരത്തിന് യുവ കഥാകൃത്ത് തിരുവനന്തപുരം വെള്ളനാട് സ്വദേശിയും പട്ടം SUT ആശുപത്രിയിലെ ന്യൂറോ സർജനുമായ ഡോക്ടർ മനോജ് വെള്ളനാടിനെ തെരഞ്ഞെടുത്തതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 45 വയസ്സിന് താഴെയുള്ള കഥാകൃത്തുക്കൾക്കാണ് CV ശ്രീരാമൻ സ്മൃതി പുരസ്കാരം നൽകുന്നത്. പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ എഴുത്തുകാരനാണ് ഡോക്ടർ മനോജ് വെള്ളനാട്. അദ്ദേഹത്തിന്റെ ഉടൻ വേദം എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം. പുരസ്കാരത്തിനായി 15 പുസ്തകങ്ങൾ മത്സര രംഗത്ത് ഉണ്ടായിരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. അതിൽ നിന്നും സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത കഥാസമാഹാരമാണ് ഉടൽ വേദം. ഒക്ടോബർ 25-ന് കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി അങ്കണത്തിൽ M സ്വരാജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CV ശ്രീരാമന്റെ കഥാലോകം എന്ന വിഷയത്തിൽ നിരൂപകൻ KV സഞ്ജയ് സ്മാരക പ്രഭാഷണം നിർവഹിക്കും.
29,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന CV ശ്രീരാമൻ സ്മൃതി പുരസ്കാരം ട്രസ്റ്റ് ചെയർമാൻ VK ശ്രീരാമൻ, കഥാകൃത്ത് ഡോക്ടർ മനോജ് വെള്ളനാടിന് സമർപ്പിക്കും. ട്രസ്റ്റ് ചെയർമാൻ VK ശ്രീരാമൻ, സെക്രട്ടറി TK വാസു, ജൂറി അംഗം KA മോഹൻദാസ്, PS ഷാനു, PG ജയപ്രകാശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജാഗ്രതാ സദസ് അനന്തു അജിയെ കൊന്നതാണ്. ബാലഗോകുലത്തിന്റെ മറവിൽ RSS ശാഖയിലെ ബാലപീഡനത്തിനെതിരെ DYFI കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ മുബാറക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ഷിനോസ് AM സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് യദുകൃഷ്ണ PA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം അഖില മുകേഷ്, ജോയിന്റ് സെക്രട്ടറിമാരായ ഹസൻ കല്ലുപുറം, അഭിജിത്ത് കല്ലഴി, മേഖലാ സെക്രട്ടറി ലെനിൻ VS എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു.